അതെ അതെ അതെ. ആ അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് മീറ്റിംഗ് നമുക്ക് ലുലു മാളിലേക്ക് പോവാം. ഒരു 2:30 എത്തിയാവും, ഉച്ചക്ക് ഒരു 2:30 ലുലു മാളിൽ എത്തിയാവും, നമുക്ക് അവിടെ വെച്ച് കൂടാം. അല്ല 10 മണിക്ക് 11:30ക്കും എനിക്ക് വേറൊരു മീറ്റിംഗ് ലുലു വെച്ചുണ്ട്. അതെ അതെ അതെ, അപ്പോൾ അതുകൊണ്ടാണ് 2:30 ഞാൻ പറഞ്ഞത്. ഓക്കെ ശരി ആയിക്കോട്ടെ. ഓക്കെ. നമസ്കാരം. എന്തോ സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. യൂസഫ് അലി സാറുമായിട്ടാണോ മീറ്റിംഗ്? അല്ല. അപ്പൊ ലുലു മാളില് മീറ്റിംഗ്, ഇത്ര മീറ്റിംഗ് ആയിട്ടാ? അല്ല, ലുലുവിൽ വെച്ചാണ് ഞാൻ മിക്ക മീറ്റിംഗ് അവിടെ വെച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്യാറുള്ളത്. ആണോ? ഇപ്പൊ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ട്, അതും ലുലുവിൽ വെച്ചാണ് നടത്തുന്നത്. പിന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതും ലുലുവിൽ തന്നെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്യണത്. അത് ലുലുവിൽ എവിടെ വെച്ച് നടത്തും? അല്ല, അത് ലുലുവിൽ ഞങ്ങൾ ഒരു തിരക്കൊഴിഞ്ഞ ഏതെങ്കിലും ഒരു മൂലൊക്കെ വെച്ച് സംഭവം നടത്തും. കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് AC ഒക്കെ കൊണ്ട് അധികം ചൂടടിക്കാണ്ട് ഇറങ്ങി പോരാനുള്ള കാര്യങ്ങൾ നടത്തി. ലുലുവിൽ പോയ മാവനെ പോലെ കുറെ ആൾക്കാരെ കാണാം, അവരോട് വെച്ചാണ് മീറ്റിംഗ് ഒക്കെ നടക്കാറുള്ളത്. അതെ, അവിടെ മാവനെ പോലെ കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ മീറ്റിംഗ് വെക്കണത്. അവിടെ ഏതെങ്കിലും ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയി ഒരു ചായയും കുടിച്ചിരുന്നിട്ട് വൈകുന്നേരം വരെ ഇരിക്കും. നല്ല AC, നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെയാണല്ലോ. ഇപ്പൊ അമൃത TV കുട്ടികൾക്ക് പഠിക്കാൻ ഹാപ്പിനെസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക്, പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ അമൃത ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ വലിയ കഷ്ടപ്പാട് വന്നപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവർക്കും സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ് യൂസഫ് അലി സാർ. അപ്പൊ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അതിനിടെ നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ മുതലെടുക്കുന്നത്. അല്ല, ഇത് നമ്മൾ ചെയ്യണത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, അല്ല നമുക്കവിടെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി അതൊക്കെ പണിത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞാല് ഇടപ്പള്ളി ബൈപ്പാസിന്റെ അരികത്ത് കിടക്കുന്ന ലുലു മാൾ, ലുലു മാൾ. യൂസഫ് അലി നമുക്കായി പണിയിച്ചു വലിയൊരു ലുലു മാൾ, ലുലു മാൾ. വിവിധ രാജ്യങ്ങൾ കടന്നും പല പ്രദേശങ്ങൾ നിറഞ്ഞും, വിവിധ രാജ്യങ്ങൾ കടന്നും പല പ്രദേശങ്ങൾ നിറഞ്ഞും ഇവിടെ അങ്ങിങ്ങ് പണിതുയർത്തുന്ന ലുലു മാൾ, ലുലു മാൾ. ഇടപ്പള്ളി ബൈപ്പാസിന്റെ അരികത്ത് കിടക്കുന്ന ലുലു മാൾ, ലുലു മാൾ. യൂസഫ് അലി നമുക്കായി പണിയിച്ചു വലിയൊരു ലുലു മാൾ, ലുലു മാൾ. വയനാട്ടിലെ വലിയമ്മയ്ക്കും ലുലു കാണുവാൻ ആശമൂത്തുവാശിയായി ചുരം താണ്ടിയും ട്രെയിൻ കേറിയും എറണാകുളം ലുലുവിൻ്റെ ഫ്ലോറിൽ എൻട്രിയായി പർച്ചേസിനായി പല പോഷന ചിൽഡ്രൻസിനോ പാർക്കേറെയും ഒരിക്കൽ നാം കയറിയാൽ ഇടയ്ക്കിടെ കയറിടും മടിച്ചിടാതടുത്തുവാ കുട്ടാപ്പി. ഇടപ്പള്ളി ബൈപ്പാസിന്റെ അരികത്ത് കിടക്കുന്ന ലുലു മാൾ, ലുലു മാൾ. യൂസഫ് അലി നമുക്കായി പണിയിച്ചു വലിയൊരു ലുലു മാൾ, ലുലു മാൾ.